ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക കൊണ്ടുള്ള മപ്പാസ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 24 എണ്ണം. സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 കപ്പ്. പച്ചമുളക് 2 പിളർന്നത് 4 എണ്ണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇഞ്ചി തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ പീസ്. വെളുത്തുള്ളി തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 1 ടീസ്പൂൺ. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ഗരം മസാല 2 ടീസ്പൂൺ. നാളികേരത്തിൻ്റെ 1/4 പാൽ 1 കപ്പ്. നാളികേരത്തിൻ്റെ 2/2 പാൽ 2 കപ്പ്. കടുക് 1/4 ടീസ്പൂൺ. ചെറിയ ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം. കറിവേപ്പില 4 തണ്ട്. വറ്റൽമുളകിൻ്റെ സീഡ് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 എണ്ണം. വറ്റൽമുളകിൻ്റെ അകത്തെ സീഡ് എടുത്തു കളഞ്ഞാൽ മുളകിൻ്റെ എരിവ് കുറഞ്ഞു കിട്ടും. വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്യുക. ഈ സവോള ഒന്ന് വാടുന്നത് വരെ വഴറ്റുക. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. സവോള ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഒത്തിരി ഗോൾഡൻ കളർ ആവണ്ട. ഇപ്പോൾ ഇത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവിട്ട് വഴറ്റുക. മസാലപ്പൊടികളുടെ പച്ചവണ്ണം മാറുന്നത് വരെ വഴറ്റണം. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിട്ട് വഴറ്റുക. ഏകദേശം 3 മിനിറ്റോളം കൈയെടുക്കാതെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. വെണ്ടയ്ക്കയിൽ മസാല എല്ലാം നന്നായിട്ട് കോട്ട് ചെയ്യണം. വെണ്ടയ്ക്കയ്ക്ക് ഒട്ടും വേവില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം മാറി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നാളികേരത്തിൻ്റെ 2/2 പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. നാളികേരത്തിൻ്റെ 2/2 പാൽ എന്ന് പറയുന്നത് കട്ടി ഉറഞ്ഞ നാളികേരത്തിൻ്റെ പാലാണ്. ഞാനിന്നിവിടെ 1 നാളികേരം ചിരകിയത് ആദ്യം ബ്ലെൻഡറിലോട്ടിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിപ്പ് വെച്ച് അരിച്ചെടുത്തതാണ് കട്ടിയുള്ള 1/4 പാൽ അല്ലെങ്കിൽ തലപ്പാൽ. അതിനുശേഷം അരിച്ച് മാറ്റിവെച്ച നാളികേരം ഒന്നുകൂടി ബ്ലെൻഡറിലിട്ട് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്താണ് കട്ടി ഉറഞ്ഞ നമ്മുടെ ഈ 2/2 പാൽ. ഇതിനി അടച്ചു വെച്ച് ഏകദേശം 3 തൊട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഗ്രേവി ഒന്ന് കുറുകിയിട്ടുണ്ട്.
ഇതിലോട്ടിനി എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 1/4 പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത് പയ്യെ ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ചു പോയാൽ ഇത് പിരിയാൻ സാധ്യതയുണ്ട്. അധികം മൂത്ത് പോകാത്ത വെണ്ടയ്ക്കയാണ് ഈ മപ്പാസിന് വേണ്ടത്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിട്ട് വഴറ്റുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടിയിട്ട് ഒന്നുകൂടി യോജിപ്പിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനി ഇതുപോലെ വെണ്ടയ്ക്ക മപ്പാസിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. ചോറ്, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, ബ്രെഡ്, പൂരി, അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ.